സർ, ഈ നിമിഷപ്രിയ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വഴിത്തിരിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്വിസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ചില ഹർജികൾ തള്ളിക്കളഞ്ഞത്. ഇവാഞ്ചലിസ്റ്റ് ആയിട്ടുള്ള പോൾ നൽകിയ പോളിന്റെ ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. കാന്തപുരത്തിനെയും അതോടൊപ്പം തന്നെ ഈ സേവ് നിമിഷപ്രിയ കൗൺസിൽ ഇവരെയൊക്കെ ഈ വിഷയത്തിൽ നിന്ന്, ചർച്ചകളിൽ നിന്നൊക്കെ ഇടപെടുന്നതിൽ നിന്ന് വിലക്കണം. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കണം. വേണ്ടാത്ത രീതിയിലുള്ള പല വിഷയങ്ങൾ മാധ്യമങ്ങളടക്കം ഇല്ലാത്ത കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു എന്നൊക്കെയായിരുന്നു ഈ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പൊ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ വിഷയത്തെ നോക്കിക്കാണാൻ വേണ്ടിയിട്ട് സാധിക്കും? എന്താണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം എടുത്ത ഈ തള്ളിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ? നിമിഷപ്രിയ വിഷയത്തിൽ കുറച്ചു നാളായി സാധാരണ മുഴുവൻ മലയാളികളും ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുന്നത്? നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയോ ഇല്ലയോ? ഈ വിഷയത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ്? ഈ വിഷയത്തിൽ പൈസ പിരിക്കാനായിട്ട് ആരെങ്കിലും നടത്തുന്ന ശ്രമത്തിനോട് സഹകരിക്കണോ വേണ്ടേ? ഒരുപാട് ചോദ്യങ്ങൾ ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ടായിരുന്നു. ഈ അവസരം മുതലെടുത്ത് ചിലരുടെ ചില ബിംബങ്ങളെ വലുതാക്കാൻ ശ്രമിച്ചു. ചിലരാകട്ടെ അവർക്ക് അവരുടെ സ്ഥാപിത താല്പര്യങ്ങളെ ഈ വിഷയം ഉപയോഗിച്ച് നേടിയെടുക്കാൻ ശ്രമിച്ചു. എന്തായാലും ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ സുവിശേഷകനായ പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ബാക്കി എല്ലാവരുടെയും വായ അടപ്പിക്കണം എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങളെ ഈ വിഷയം ആരും ചർച്ച ചെയ്യരുത്, ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് അങ്ങോട്ട് ഏശിയില്ല. അതായത് സുപ്രീം കോടതിയിൽ അവസാനം പോള് തൻ്റെ ഹർജി പിൻവലിക്കേണ്ട സ്ഥിതി വന്നു. കാരണം കോടതി അതിരൂക്ഷമായിട്ട് വിമർശിച്ചു. അത് തള്ളിക്കളയുന്ന ഘട്ടം വന്നപ്പോൾ പോള് പിൻവലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വെങ്കട്ടരമണി സുപ്രീം കോടതിയിൽ ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേന്ദ്ര സർക്കാർ മാത്രമായിരിക്കും. മറ്റാരെയും മാധ്യമങ്ങളെ ബ്രീഫ് ചെയ്യാൻ അനുവദിക്കുന്നതല്ല എന്ന് വളരെ കൃത്യമായ ഒരു മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും അറ്റോർണി ജനറൽ വെങ്കട്ടരമണി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ വിഷയം സംസാരിക്കുന്നതിൽ നിന്നും മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആൾക്കാരെയൊക്കെ വിലക്കണം എന്നുള്ള പോള് പിൻവലിക്കേണ്ട സ്ഥിതി വന്നു. ഹർജി തള്ളിക്കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് അതിനുള്ളിലെ ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ ഒരു സംഭവ വികാസം. ഈ നിമിഷപ്രിയ കേസിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വരെ എന്തെല്ലാം കോലാഹലമായിരുന്നു. ചിലര് കാന്തപുരം AP അബൂബക്കർ മുസലിയാരെ ഒരു വലിയ വിഗ്രഹമാക്കി കേരളത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടന്നു. കേന്ദ്ര സർക്കാരിന് കഴിയാത്തത് കാന്തപുരത്തിന് കഴിയുന്നു. കാന്തപുരം എന്നൊക്കെ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം തന്നെ അങ്ങനെ ഒരു വലിയൊരു ക്യാമ്പയിൻ നടത്തി. എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം? AP അബൂബക്കർ മുസലിയരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, അദ്ദേഹം യമനിലെ ഒരു മതപണ്ഡിതനുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചർച്ചകൾ നടത്തി ഇവരെ ഇറക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു സൂഫി പണ്ഡിതന് തുടങ്ങിയ രീതിയിലായിരുന്നു. പക്ഷെ ആ സമയത്തും ഈ തലാൽ എന്ന് പറയുന്ന ഇരയുടെ കുടുംബം അവർ വളരെ കൃത്യമായിട്ട് അവർ വ്യക്തമാക്കിയിരുന്നു, ഞങ്ങളോട് ആരും സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ ഇതിന് വഴങ്ങില്ല. പിന്നെ എങ്ങനെയാണ് ഈ മലയാള മാധ്യമങ്ങൾക്കും കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ ഈ വധശിക്ഷ, അവിടുത്തെ കോടതി വിധിച്ച വധശിക്ഷ റദ്ദാക്കിയിട്ടൊന്നുമില്ല എന്ന് AP അബൂബക്കർ മുസലിയാരുടെ തന്നെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനയിൽ നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം ഇടപെട്ട് മരവിപ്പിച്ചല്ലോ. അതിന്റെ ക്രെഡിറ്റ് ആണ് യഥാർത്ഥത്തിൽ AP അബൂബക്കർ മുസലിയാർക്ക് എല്ലാവരും കൊടുക്കുന്നത്. കാരണം ഈ സൂഫി പണ്ഡിതനുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം വന്നത് എന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ഗൗതം, ഒരിക്കലും അവർ ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നില്ല. ഏത് ഡേറ്റിലാണ് എന്ന ഒരു പ്രഖ്യാപനം അവിടുന്ന് ഏത് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്? ആരാണ് ഇതിൽ ആധികാരികമായിട്ട് പ്രഖ്യാപനം നടത്തേണ്ടിയിരുന്നത്? വടക്കൻ യമനിൽ ഹുതികളുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഹുതികളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ സംവിധാനമോ നിലനിൽക്കുന്ന സ്ഥലത്ത് ആരാണ്
പിന്നെ അഭിപ്രായ പ്രകടനം ആധികാരികമായി നടത്തേണ്ടിയിരുന്നത്? ഇവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ചില പിന്നെ സ്വയം പ്രഖ്യാപിത പിന്നെ നേതാക്കന്മാരത് നടത്തിയാൽ മതി. ഇതൊക്കെ നടത്താനുള്ള ഔദ്യോഗികമായിട്ട് അധികാരമുള്ളവരുണ്ട്. അപ്പൊ സാർ പറഞ്ഞു വരുന്നത് അധികാരമുള്ളവർക്ക് ഇതിലിപ്പോ AP അബൂബക്കർ മുസ്ലിയാലെ ഒരു PR വർക്ക് പോലെ അല്ലെങ്കിൽ തന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിച്ചു എന്നാണോ ഈ വിഷയത്തെ? അല്ല, ഞാൻ AP അബൂബക്കർ മുസ്ലിയാരെക്കെതിരെ അല്ല. ഇവിടുത്തെ കുറച്ച് മാധ്യമങ്ങള്, ഇവിടുത്തെ കുറച്ച് വ്യക്തികള്, അത് സോഷ്യൽ മീഡിയയിലാവട്ടെ, അവർ ഈ അവസരം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതത്തോടോ കൂടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാത്തടത്തോളം കാലം ഞാൻ ആ വ്യക്തിയെ ഞാൻ കൃത്യമായിട്ട് പേരെടുത്ത് വിമർശിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പലരും കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയാത്തത് ഇവിടെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും ഇവിടെ ആളുണ്ടായി. അമ്മയെ കൊന്നാലും അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുള്ള നാടാണ് നമ്മുടെ. അപ്പം ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചതിൽ ഞാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ ഒരുപാട് നടന്നു. ഈ പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ ഇതിലെ ഒരു കഴമ്പുമില്ലായിരുന്നു, ഒരു കഥയുമില്ലായിരുന്നു. ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് വരെ ആയിരുന്നു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വരെയുള്ള പ്രസ്താവന. പക്ഷെ അവർ ജയിലിൽ കിടക്കും, അങ്ങനെ ചിലർ വ്യാഖ്യാനം കൊടുത്തു. പിന്നെ അവരുടെ സഹോദരനിടുന്ന പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ പോയി പലരും കമന്റ് ചെയ്യും. അതായത് ഇവിടെ ഒരു സാമൂഹിക രാഷ്ട്രീയ പിന്നെ നേട്ടത്തിനുള്ള ഒരു ഉപകരണമാക്കി ഇത് മാറി, ഒരു സംഭവമായി മാറി. ഇതിൽ ഒരുപാട് വസ്തുതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പൊ അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞ് പിന്നെ ഒരാള് ഉണ്ട്, പക്ഷെ അവരവിടെ വിവാഹം കഴിച്ചതാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഈ ബന്ധങ്ങളുടെ പ്രസക്തി? ഇതിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ. ഞാനിപ്പോ അതിലേക്കൊന്നും കടന്ന് ആരെയും പിന്നെ അപകീർത്തിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ പൊതു ഇടത്തിൽ ഒരു വാർത്ത വരുമ്പോൾ ആ വാർത്തയുടെ നിജസ്ഥിതി പരിശോധിക്കാനും ആ വാർത്തയുടെ നിജസ്ഥിതി അറിയാനുമുള്ള ആഗ്രഹം അത് വായിക്കുന്നവർക്കുണ്ട്. കാരണം നമ്മുടെ മുമ്പിലാണല്ലോ അത് കൊണ്ടുവെക്കുന്നത്. അങ്ങനെ ഒരാള് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ഊഹാപോഹം വാർത്തയെന്നും വസ്തുതയെന്നുമുള്ള നിലയിൽ പ്രചരിപ്പിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ കേട്ടിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിനകത്ത് യഥാർത്ഥത്തിൽ നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ താൽക്കാലികത്തേക്ക് മരവിപ്പിക്കാനുള്ള കാരണം അത് തീർച്ചയായിട്ടും എന്തെങ്കിലും പിന്നെ ഗൗതം ഇതൊക്കെ ആര് പറഞ്ഞു ഗൗതമിന്റെ ഇടയ്ക്ക് മരവിപ്പിച്ചു എന്നുള്ളത്? അവരുടെ ഡേറ്റ് നിശ്ചയിച്ചതായിട്ട് ഗൗതമിന് എന്തെങ്കിലും ഔദ്യോഗിക രേഖ ഗൗതമിന്റെ കയ്യിലുണ്ടോ? അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഇത്രാം തീയതി ആയിരുന്നു, ഞങ്ങൾ അത് മരവിപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ അത് ഇത്രാം തീയതിയിലേക്ക് മാറ്റി. ആ മാധ്യമങ്ങളെയാണല്ലോ ഞാൻ മാധ്യമങ്ങളെയാണല്ലോ ചോദ്യം ചെയ്യുന്നത്. ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർക്ക് എന്ത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്? ഏതെങ്കിലും രേഖയുടെ കോപ്പി ആരെങ്കിലും കാണിച്ചോ? ഇതൊക്കെ ആര് പറഞ്ഞു? അവരുടെ പിന്നെ ഇത്രാം തീയതി അവരുടെ വധശിക്ഷ നടപ്പാക്കും എന്നൊരു കോടതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ ഒരു രേഖ ആരെങ്കിലും കാണിച്ചോ? ഇതൊക്കെ വിശ്വസിച്ച നിങ്ങൾ പിന്നെ ഈ നാട്ടിലെ ഒരുപാട് ആൾക്കാരും ആണ് കുഴപ്പക്കാര്. അല്ലെങ്കിൽ നിങ്ങൾക്കാണ് അതിന്റെ ഇതൊരു കാര്യം വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടിയിരുന്നു. അതല്ലേ അല്ലേ ശരി? എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? ഒരു വ്യക്തി, കേരളത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അങ്ങ് പിന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാവും? ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഔദ്യോഗിക സ്ഥാനമുണ്ടോ? അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്തിലൊക്കെ കേന്ദ്ര സർക്കാരിന് മാത്രമേ ആധികാരികമായിട്ട് അഭിപ്രായം പറയാനുള്ള അധികാരമുള്ളൂ. കേന്ദ്ര സർക്കാരിനല്ലാതെ മറ്റാർക്കും ഇതിൽ പറയാനുള്ള ഒരു അധികാരമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോ അറ്റോർണി ജനറൽ ഏറ്റവും പുതിയ സംഭവവികാസം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ ബ്രീഫ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ മാത്രമേ ഇനി അധികാരമുള്ളൂ എന്നാണ്. അതിനിടയ്ക്ക് ഇവിടെ മറ്റു ചില കോലാഹലങ്ങൾ ഉണ്ടായി. ഈ പോള് പണം പിരിക്കുന്നു, കേന്ദ്ര സർക്കാർ വിദേശകാര്യ വകുപ്പിന്റെ ഇവിടെ പേര് ഉപയോഗിച്ചുകൊണ്ട് പണം പിരിക്കുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരാതി പോയി. അത് ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചതാണ്. അതായത് പിന്നെ ഇദ്ദേഹം പണം പിരിക്കുന്നു, കോടികളുടെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിനെതിരെ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതായത് ഇതിൽ ഒരുപാട് വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കി. അതായത് പല പേരുകളാണ് ഈ നിമിഷപ്രിയ പിന്നെ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിരുന്നത്. അതിൽ കെ എ പോൾ ഉണ്ട്, ജേക്കബ് ചെറുവള്ളി ഉണ്ട്, സാമുവൽ ജെറോം ഉണ്ട്. ഇതിലൊക്കെ ആരൊക്കെയാണ് ഇതിനകത്തിലെ യഥാർത്ഥത്തിലുള്ള പിന്നെ ഇടനിലക്കാര്? ഈ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഒരാൾ ഇപ്പം കാന്തപുരം മധ്യസ്ഥതയ്ക്ക് വേണ്ടി ശ്രമിച്ചത്
അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഒരു ആശയവിനിമയത്തിനുള്ള ഒരു വഴി ഞാൻ തുറന്നു, ബാക്കി കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ തന്നെയാണ് ചെയ്യേണ്ടത്, അതാണ് അതിന്റെ ശരി. അപ്പൊ ഞാൻ വ്യക്തി എന്നുള്ള നിലയിൽ കാന്തപുരത്തെ അല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം പിന്നെ അല്ല, അദ്ദേഹത്തിന്റെ പേരുപയോഗിച്ച് ഒരുപാട് പേര് മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില വ്യക്തികളും സംഘടനകളും ഒക്കെ അവിടെ കേന്ദ്ര സർക്കാരിനെ വരെ തറയാക്കി കാണിക്കാനും കേന്ദ്ര സർക്കാരിനെ കരിവാരിത്തേക്കാൻ ഇത് ഉപയോഗിച്ചു. എന്നിട്ട് ഇപ്പൊ അവരാരും മിണ്ടാട്ടമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്, ഈ വിഷയത്തിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്, ഇവർക്ക് ഇവരുടെ പേരിൽ എന്തെങ്കിലും ഔദ്യോഗിക ഓർഡർ ഇറങ്ങിയിട്ടുണ്ടോ, ഇവരുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടോ, അതോ അത് ഇത്രാം തീയതിയിലേക്ക് നീട്ടിവെച്ചോ, അതോ അത് അനിശ്ചിതമായിട്ട് നീട്ടിവെച്ചോ? ഇവരുടെ ഇപ്പൊ കാന്തപുരം പറയുന്നുണ്ടല്ലോ, ഇവരുടെ കുടുംബമാണ് ഇതിനകത്തിൽ കൃത്യമായിട്ട് തീരുമാനമെടുക്കാനുള്ള നിയമപരമായ അവകാശമുള്ളത് കുടുംബത്തിന് മാത്രമാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ ആ കുടുംബം എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളുമായിട്ട് ആരും സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടനിലയ്ക്ക് തയ്യാറല്ല, ഞങ്ങൾ ഈ വിഷയത്തിൽ സംഭാഷണത്തിന് തയ്യാറല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ അനുജന്റെ കൊല്ലപ്പെട്ട തലാലിന്റെ അനുജന്റേതാ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ല സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിലെ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഭാവിയിൽ ഉണ്ടാകരുത്. ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി കേരളത്തിന് പുറത്ത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനെ ചൊല്ലി മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റു സംഘടനകളും ഒക്കെ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ വളരെയധികം ജാഗരൂകത പാലിക്കണം. അതിൽ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ മാത്രമേ അവ വിശ്വാസയോഗ്യമാകുന്നുള്ളൂ. എന്താണ് ഇതിൽ, ആരാണ് കള്ളം പറയുന്നത്, ഇതിൽ എന്താണ് വസ്തുത, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് മൂലം ഈ വ്യക്തിയുടെ താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും ഹാനി സംഭവിക്കുമോ? ഒരുപാട് ഗൗരവമേറിയ ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾക്ക് നൽകുന്ന പാഠം. എന്തായാലും സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് വിക്രം നാഥ്, അതുപോലെ ജസ്റ്റിസ് സന്ദീപ് മേത്ത തുടങ്ങിയവരുടെ ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഇന്നലെ ഈ വിഷയത്തിൽ വാദം കേട്ടതും പോളിന്റെ ഹർജി തള്ളിക്കളഞ്ഞത്. അപ്പോ മാധ്യമങ്ങളെ നിശബ്ദമാക്കാനുള്ള ഹർജി തള്ളിയത് എന്തായാലും നന്നായി. കാരണം അല്ലെങ്കിൽ ഇതിന്റെ ചുവട് പിടിച്ച് ഒരുപാട് വിഷയങ്ങളിൽ മാധ്യമങ്ങൾ ഇനി അഭിപ്രായം പറയണ്ട എന്ന സ്വാർത്ഥ നിമിഷപ്രിയ എന്തായാലും തൂക്കിലേറ്റും എന്ന് തന്നെയല്ലേ നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അല്ലെ, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അതിനകത്തിൽ അഭിപ്രായം പറയുന്നത്? പക്ഷേ ഇതുവരെയുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആ കുടുംബത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ, കാരണം അവർക്കാണല്ലോ ഈ വിഷയത്തിൽ അന്തിമമായിട്ട് തീരുമാനമെടുക്കാനുള്ള നിയമപരമായ അവകാശമുള്ളത്. ആ കുടുംബത്തിന്റെ ഇതുവരെയുള്ള അഭിപ്രായങ്ങൾ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങൾ വന്നത് വെച്ച് വിശകലനം ചെയ്യുമ്പോൾ ഞാനത് ആ കുടുംബത്തിന്റെ തന്നെ, അതായത് ഇപ്പോ തലാലിന്റെ സഹോദരന്മാരോ ബന്ധുക്കളോ ആണ് ഈ പോസ്റ്റ് ഇട്ടതെന്ന് പോലും ഉറപ്പിക്കാൻ നമുക്ക് ഒരു സാധ്യതയുമില്ല. ഇപ്പം അവിടെയുള്ള ഇന്ത്യൻ എംബസിയെ വിളിച്ച് നമ്മൾ സംസാരിക്കാം എന്ന് വിചാരിച്ചാൽ തന്നെ അതിനുള്ള സാധ്യതയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു കലങ്ങി മറിഞ്ഞ വിഷയമാണ്. ഇന്ത്യക്ക് അവിടെ എംബസി ഇല്ല, ഇവിടെ പല ആൾക്കാരും ഇതിനകത്തിൽ ഇടപെട്ടു എന്ന് സ്വയം അവകാശപ്പെടുന്നു, ഇടപെട്ടില്ല എന്ന് കുടുംബം പറയുന്നു, വധശിക്ഷ സ്റ്റേ ചെയ്തു എന്ന് പറയുന്നു, നീട്ടിവെച്ചു എന്ന് പറയുന്നു. ഇതിലൊന്നും തന്നെ എത്രത്തോളം സത്യമോ വസ്തുതയുണ്ടെന്ന് നമുക്ക് ഇതിലെ ഈ നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ല. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. എനിക്ക് ഇവരുടെ കാര്യത്തിൽ ആധികാരികമായ അഭിപ്രായമില്ലാതെ ഞാൻ അഭിപ്രായം പറയില്ല. പക്ഷെ കേരളത്തിൽ ഇരുന്ന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നവരുടെ അഭിപ്രായം അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയാനുള്ള അവകാശം ഇത്രയും നാള് തെറ്റിദ്ധരിക്കപ്പെട്ട ഓരോ മലയാളിക്കും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. താങ്ക് യു.